മിക്കി 17 കണ്ടു, നമ്മൾ ബോൺ ജൂഹിൻ്റെ ഏറ്റവും പുതിയ പടം. ഞാൻ കുറച്ച് എക്സ്പെക്ടേഷൻ വെച്ചിട്ടാണ് ഈ ഒരു പടത്തിന് പോയത്, കാരണം ആ ഒരു ഡയറക്ടറിലുള്ള ഒരു പ്രതീക്ഷ കൊണ്ട്. എനിക്കൊരു ഓക്കെ മോഡിലുള്ളൊരു പടമായിരുന്നു, വലിയ മോശമില്ല. പക്ഷെ കമ്പാരിറ്റീവ്ലി മറ്റ് ബോൺ ജൂഹി പടങ്ങളിൽ വെച്ചിട്ട് കുറച്ച് വീക്കായിട്ടുള്ളൊരു പടമാണ്. ആൻഡ് ഞാൻ മറ്റു ബോൺ ജൂഹി പടങ്ങൾ വെച്ചിട്ടാണ് ഞാൻ കമ്പയർ ചെയ്തത്. അല്ലാതെ നോക്കുകയാണെങ്കിൽ ഹോളിവുഡിൽ ഇറങ്ങുന്ന ഒരു ഡീസൻ്റ് ആയിട്ടുള്ളൊരു സൈഫൈ ഫ്ലിക്ക് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ ഡയറക്ടർ ഇതിനു മുമ്പ് ചെയ്തു വെച്ചിട്ടുള്ള കുറേ നല്ല വർക്കുകളുണ്ട്. അത് വെച്ച് ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ ഞാൻ അതിനേക്കാൾ കുറച്ചും കൂടി ഉപരിയായിട്ടുള്ള സാധനങ്ങളാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഒരു സാറ്റിസ്ഫാക്ടറി ഫീൽ എന്നത് മാത്രമേ ഉള്ളൂ. ഒരു ഓവർ എക്സാഗ്രേറ്റഡ് ആയിട്ട് സാധനങ്ങൾ സിനിമയിലില്ല. കാരണം ചെറിയൊരു പ്രിമേഴ്സാണ് സിനിമ ചർച്ച ചെയ്ത് പോകുന്നത്. സിനിമ ഭയങ്കര വലുതാണെങ്കിലും സിനിമയുടെ ഒരു പ്രിമേഴ്സും പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്ലോട്ടും വളരെ ചെറുതാണ്. എർത്തിൽ നിന്നും ഇൻഹബിറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ എർത്തിൽ നിന്ന് വേറെ ഗ്രഹത്തിലേക്ക് താമസം മാറുന്ന കുറേ ആൾക്കാർ. സോ ആ ഒരു പ്ലാനറ്റിൽ വെച്ച് അവർക്ക് ഉണ്ടാകുന്ന ഒരു ഇൻസിഡൻറ്റും അതിനെ ചുറ്റുപറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് സിനിമ ചർച്ച ചെയ്ത് പോകുന്നത്. ആൻഡ് അതിൽ തന്നെ നമ്മുടെ റോബർട്ട് പാറ്റിൻസൻ്റെ മിക്കി എന്നൊരു ക്യാരക്ടറുണ്ട്. ആളൊരു ക്ലോണാണ്. സോ കുറേ വെർഷൻസ് അവരിങ്ങനെ പ്രിൻറ്റ് ചെയ്തെടുക്കും ആളുടെ മെമ്മറി സ്റ്റോർ ചെയ്ത് വെച്ചിട്ട്. സോ അങ്ങനെ ഒരു ക്യാരക്ടർ ആ ഒരു വേൾഡിൽ പോയിട്ട് എന്താണ് കാണിക്കുക എന്നുള്ളതാണ് സിനിമ ചർച്ച ചെയ്ത് പോകുന്നത്. ആൻഡ് അത് മാത്രമല്ല, സോഷ്യോ പൊളിറ്റിക്കലായിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ ഇത് ലെയർഡായിട്ട് സിനിമയിൽ ചർച്ച ചെയ്ത് പോകുന്നുണ്ട്. ശരിയാണ്, ഇപ്പോൾ ഈ നമ്മളെ ബോൺ ജൂഹി സിനിമകളിലൊക്കെ തന്നെ അത് നമുക്ക് കാണാറുമുണ്ട്. ഭയങ്കര റെലവൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളായിരിക്കും. പല ക്യാരക്ടേഴ്സ് നമുക്ക് പലരായിട്ട് നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു ഡാർക്ക് ഹ്യൂമർ വൈബാണ് ഒരു പിടിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു പ്ലോട്ടിൽ ഒരു വലിയ കുറേ കാര്യങ്ങൾ അവിടെ നടക്കാനില്ല. ഇതാണ് സിനിമയുടെ ഒരു പ്രശ്നമായിട്ട്. ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോകുന്നുണ്ടായിരുന്നു, സമയം പോയത് അറിഞ്ഞില്ല. പിന്നീട് അങ്ങോട്ടൊരു സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോൾ കുറച്ചൊന്ന് ഡൗൺ ആവുന്നുണ്ട് സിനിമ. കുറച്ച് ലെങ്ത് എടുക്കുന്ന പോലെയും കുറച്ച് ഡ്രാഗ് ചെയ്യുന്ന പോലെയും ഫീൽ ചെയ്യും. പക്ഷേ വലിയ ബോറടിയൊന്നും ഇല്ലാതെ മൊത്തത്തിലൊന്ന് കണ്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ട്രെയിലർ കാണുമ്പോൾ കുറേ കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ആയിട്ട് ഇങ്ങനെ കുറേ സാധനങ്ങൾ വരും നമ്മൾ വിചാരിക്കുമ്പോൾ ഒരു ചെറിയ പോയിന്റ് മാത്രമാണ്, അല്ലെങ്കിൽ ഒരു ചെറിയ ഇൻസിഡൻറ്റ് മാത്രമാണ് ഇവർ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ അയ്യോ ഇത്ര ഉള്ളൂ ഈ പടം എന്ന് വിചാരിക്കുന്ന ഒരു മോഡിൽ കുറച്ചും കൂടി വേണമായിരുന്നു, അല്ലെങ്കിൽ വേറെ കുറേ കൂടി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യായിരുന്നു എന്ന് തോന്നിപ്പിക്കുന്ന ഒരു പടം. എങ്കിലും ടൈമുണ്ട് പടത്തിന്. 2-2.5 മണിക്കൂറോ 2.25 മണിക്കൂറോ ലെങ്ത് ഉണ്ട്. കുഴപ്പമില്ലാതെ ഇങ്ങനെ കണ്ടിരിക്കുന്ന ഒരു പടം. ആൻഡ് റോബർട്ട് പാറ്റിൻസൺ ആളുടെ സൗണ്ട് മോഡുലേഷൻ അടക്കം വ്യത്യാസമുണ്ട്. നമ്മൾ ഇതുവരെ ചെയ്യാത്തൊരു ക്യാരക്ടറൈസേഷനാണ്. ഈ പറഞ്ഞ പോലെ ഒരു മിക്കി 17 ആണ്, ഒരു 10-17 വെർഷൻ ഉണ്ട്. ആ ഒരു 10-17 വെർഷനെ അടിപൊളിയായിട്ട് ആ ഒരു ഫസ്റ്റ് ഹാഫ്, ഞാൻ പറഞ്ഞില്ല ഫസ്റ്റ് ഹാഫ് തന്നെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ മൂപ്പർക്ക് പെർഫോം ചെയ്യാനുള്ള കുറേ സ്പേസ് ഫസ്റ്റ് ഹാഫിൽ കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളവരൊക്കെ കുറച്ച് ഓവർ എക്സാഗ്രേറ്റഡ് ആയിട്ടുള്ള ക്യാരക്ടറായിട്ടാണ്. പക്ഷേ സാധനങ്ങളൊക്കെ കുറേയൊക്കെ പ്രഡിക്റ്റബിളാണ്. ഈ ക്യാരക്ടേഴ്സ് എന്താണ് ചെയ്യാൻ പോകുന്നത്, അടുത്ത് എന്താണ് വരാൻ പോകുന്നതൊക്കെ കുറച്ചൊക്കെ പ്രഡിക്റ്റബിളാണ്. ആൻഡ് ഇവർ ആ ഒരു സ്ഥലത്ത് ആ ഒരു പുതിയ വേൾഡിൽ ഒരു ഏലിയൻ ക്യാരക്ടറിന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ CGI ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഒരു ക്ലൈമാക്സിനോട് അടുത്ത് വരുന്ന സീക്വൻസുകളിലൊക്കെ ചെയ്തു വെച്ചിട്ടുള്ള CGI ഒക്കെ ടോപ്പ് നോച്ച് സാധനമാണ്. അതിൽ ഒരു തരി പോലും നമുക്ക് മനസ്സിലാവാൻ പറ്റത്തില്ല. ആ രീതിയിലേക്ക് ഒരു വലിയ വാസ്റ്റ് സ്കെയിലിൽ നമുക്ക് ഒരു ടെറൈൻ ഇങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്ത് കാണിക്കുന്ന സീക്വൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ അടിപൊളിയാണ്. പക്ഷേ സിനിമ ഞാൻ കണ്ടത് നോർമൽ തിയേറ്ററിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഫ്ലാറ്റ് റേഷ്യോ ആണ്. 2 സൈഡിലും സൈഡ് ബാർ ഉണ്ടാവും. മറ്റേ 4:3 ആ ഒരു റേഷ്യോ. ഇത് ചിലപ്പോൾ ഒരു എപ്പിക് സ്ക്രീനിലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഫ്ലാറ്റ് റേഷ്യോ ഉള്ള സ്ക്രീനുകളിലൊക്കെ കാണുകയാണെങ്കിൽ ചിലപ്പോൾ ഫുൾഫിൽഡ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നല്ല രസം ഉണ്ടാവും എന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് ഐ തിങ്ക് IMAX-ലൊക്കെ ഉണ്ടാവും. അതിലൊക്കെ കാണുമ്പോൾ കുറച്ചും കൂടി വിഷ്വലിയും കുറച്ചും കൂടി അതിലേക്ക് ഇറങ്ങിപ്പോകുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വിഷ്വലി കുറേ ഗംഭീരമായിട്ടുള്ള സാധനങ്ങൾ ഇതിൻ്റെ സിനിമാറ്റോഗ്രഫിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ബാക്ക്ഗ്രൗണ്ട് സ്കോറും കുഴപ്പമില്ല. പക്ഷേ ആസ് എ പ്ലോട്ട് അല്ലെങ്കിൽ ആസ് എ ബോൺ ജൂഹി മൂവി ഞാൻ കുറേ കൂടി എക്സ്പെക്ട് ചെയ്തൊരു പടമാണ്. ഒരു ചെറിയ കാര്യം ചർച്ച ചെയ്ത് പോകുന്നൊരു പടം. ഇതൊരു നോവൽ ബേസ്ഡ് ആണെന്ന് കേട്ടു. പക്ഷേ നോവൽ അഡാപ്റ്റേഷൻ ആകുമ്പോൾ അതിൽ വെട്ടിച്ചുരുക്കാൻ പറ്റുന്ന കുറേ സാധനങ്ങൾ വെട്ടിച്ചുരുക്കി ഒരു സിനിമയ്ക്ക് ആവശ്യമുള്ള സാധനം വളരെ ലിമിറ്റഡ് സമയത്ത് പറഞ്ഞു പോകുന്നൊരു പടം. ആൻഡ് ഇതേ മോഡിൽ തന്നെയുള്ള ഈ സിനിമയുടെ ആ ഒരു അറ്റ്മോസ്ഫിയർ പിടിച്ചിട്ടുള്ളൊരു പടമാണ് ബോൺ ജൂഹിൻ്റെ തന്നെ നമ്മുടെ സ്നോപിയേഴ്സർ. അതിന് വേറെ ലെവൽ സാധനമായിരുന്നു. പക്ഷേ അതിൽ ഇതേപോലെ കുറേ സാധനങ്ങൾ ചർച്ച ചെയ്ത് പോകുന്നുണ്ടെങ്കിലും പടം ഭയങ്കര എൻഗേജിങ് ആയിട്ട് കാണുന്ന പ്രേക്ഷകർക്ക് അടുത്തടുത്ത ആ ഓരോ കമ്പാർട്ട്മെൻറ്റ് പോലെ അടുത്തടുത്ത് സാധനങ്ങൾ ഇങ്ങനെ വെച്ചിട്ട് പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ അതിനുള്ള സ്പേസ് വളരെ കുറവാണ്. ഒരു ചെറിയ പ്ലോട്ടിനടുത്ത് കുറേ നേരം ചർച്ച ചെയ്ത പോലെ എനിക്കൊരു ഫീൽ. സോ കമ്പയർഡ് ടു മറ്റ് ബോൺ ജൂഹി മൂവീസ് ആളുടെ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ളൊരു മൂവി ആയിട്ട് എനിക്ക് തോന്നി. പക്ഷേ സ്റ്റിൽ മറ്റ് ഹോളിവുഡ് സിനിമകൾ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ഡീസൻ്റ് ആയിട്ടുള്ളൊരു ഹോളിവുഡ് സൈഫൈ മൂവി. പക്ഷേ ബോൺ ജൂഹി സിനിമകളുടെ അല്ലെങ്കിൽ ബോൺ ജൂഹി ഫാനാണ് നിങ്ങളെങ്കിൽ ഇങ്ങനെയുള്ള എല്ലാ ഫിലിമോഗ്രഫിയിലുള്ള എല്ലാ പടങ്ങളും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നും ഇതിപ്പോൾ മറ്റ് ബോൺ ജൂഹി പടങ്ങൾ വെച്ച് നോക്കുമ്പോൾ വലിയ ഒരു കുഴപ്പമില്ലാത്തൊരു പടം എന്നേ തോന്നുള്ളൂ. അല്ലാണ്ട് വളരെ മികച്ചൊരു പടമായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. പ്രത്യേകിച്ച് പാരസൈറ്റ് പോലൊരു സിനിമ കഴിഞ്ഞിട്ടാണ് തൊട്ടടുത്തായിട്ട് മൂപ്പരിക്കുന്നൊരു പടം എടുക്കണം എന്നുള്ളതും കൂടി വരുമ്പോൾ അതിൻ്റെ കുറച്ചും കൂടി എക്സ്പെക്ടേഷൻ കുറച്ച് കൂടുതലായിരുന്നു. സോ സ്റ്റിൽ ഒരു വാച്ചബിൾ എൻ്റർടൈനർ, വൺ ടൈം വാച്ചബിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കണ്ടവരുണ്ടെങ്കിൽ സിനിമ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.